കേന്ദ്രത്തിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഹിന്ദു പാകിസ്ഥാൻ ആകുമെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ MP. ബിജെപിയുടെ ലക്ഷ്യമാണ് ചൂണ്ടിക്കാട്ടിയത്. ശരിയായത് പറഞ്ഞതിന് എന്തിനു മാപ്പ് പറയണമെന്നും തരൂർ ചോദിച്ചു. സത്യം പറഞ്ഞതിന് മാപ്പ് പറയുമല്ലോ. ഞാൻ ഒരു MP ആയിട്ടും ഒരു എഴുത്തുകാരനായിട്ടും തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിട്ട് തിരുവനന്തപുരത്തിലൊരു സ്ഥാപനം എന്നെ ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന് നേരിടുന്ന വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിൽ ശശി തരൂരിനെതിരെ BJPയും കോൺഗ്രസും നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചത്. ഇന്ത്യയിലെ മൂല്യങ്ങൾ വിഘടിച്ചു നിൽക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമാണെന്നും സുർജേവാല വ്യക്തമാക്കി. സംഭവത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. I firmly believe that be it calling the Hindus as saffron terrorists or be it calling India as Hindu Pakistan, Congress's agenda is known to people today and Mr. Rahul Gandhi has to apologize. കുംഭസാര രഹസ്യം ചോർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വൈദികൻ അറസ്റ്റിൽ. രണ്ടാം പ്രതിയായ ജോബ് മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച മറ്റു 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. മൂന്നാം പ്രതി ജോൺസൺ വി മാത്യു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിട്ടില്ല. രാവിലെ 10:30 ഫാദർ ജോബ് മാത്യു കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങാനെത്തിയത്. 11 മണിയോടെ കൊല്ലം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. 1:30 വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റി. തുടർന്ന് SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഫാദർ ജോബ് മാത്യുവിനെ രാത്രിയോടെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അന്വേഷണം നടക്കുന്നു. ബാക്കി പ്രതികൾക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വൈദികർ ചങ്ങനാശ്ശേരി കോടതിയിൽ കീഴടങ്ങുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ജെയ്സ് കെ ജോർജും സോണി വർഗീസിനുമായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കി. ഇവർ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്ന വിവരമാണ് അഭിഭാഷകർ പങ്കുവയ്ക്കുന്നത്. അതേസമയം വൈദികർ ആത്മപരിശോധന നടത്തണമെന്ന വാദവുമായി ബെസലേസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ രംഗത്ത് വന്നു. കുംഭസാര രഹസ്യം പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ ആദ്യം ബലാത്സംഗം ചെയ്ത ആളാണ് കേസിലെ 2ാം പ്രതിയായ ജോബ് മാത്യു. ജോബ് മാത്യുവിൽ നിന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു 2 വൈദികർ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുകയും മറ്റൊരു വൈദികൻ മോശമായി പെരുമാറുകയും ചെയ്തത്. ബലാത്സംഗവും സ്ത്രീത്വത്തെ അപമാനിക്കലുമടക്കം ജാമ്യമില്ലാ വകുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് വൈദികർക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. മലപ്പള്ളി സ്വദേശിയായ ഇരയുടെ ഭർത്താവ് സഭയ്ക്ക് നൽകിയ മൊഴി പുറത്തായതോടെയാണ് വിവരം പുറം ലോകത്തേക്ക് എത്തുന്നത്. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജിനും ചങ്ങനാശ്ശേരിയിൽ നിന്നും സനോജ് സുരേന്ദ്രനുമൊപ്പം തിരുവല്ലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ സംരക്ഷിച്ച് സന്യാസി സമൂഹം. കന്യാസ്ത്രീയുടെ സഹോദരിക്ക് മദർ സുപ്പീരിയർ നൽകിയ കത്ത് പുറത്തുവന്നു. ബിഷപ്പിന്റെ അധീനതയിലാണ് സന്യാസിനി മഠം എന്നതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന് കത്തിൽ പറയുന്നു. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസിനി സമൂഹത്തിലെ അംഗം കൂടിയായ കന്യാസ്ത്രീയുടെ സഹോദരി നൽകിയ കത്തിലാണ് ബിഷപ്പിനെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന് മദർ സുപ്പീരിയർ വ്യക്തമാക്കുന്നത്. മഠവും സന്യാസിനി സമൂഹവും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അധീനതയിലുള്ള ഇടങ്ങളാണ്. ബിഷപ്പിനെതിരായ നടപടി സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. കന്യാസ്ത്രീയും ബിഷപ്പും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ് പരിഹരിക്കേണ്ടതെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. നേരത്തെ മദർ സുപ്പീരിയറിന് സഹോദരി നൽകിയ കത്തിൽ ബിഷപ്പിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അക്കമിട്ട് നിരത്തിയിരുന്നു. അതിനിടെ പീഡനത്തിനിരയായി കന്യാസ്ത്രീ മദർ ജനറലിന് നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും പുറത്തുവന്നു. 2014 മുതൽ 16 വരെ ബിഷപ്പ് ലൈംഗിക പീഡനത്തിനിരയാക്കിയിരുന്നതായി പരാതിയിൽ പറയുന്നു. ബിഷപ്പ് രാത്രിയിൽ കുറവലങ്ങാട്ടെ മഠത്തിൽ തങ്ങുന്നത് കന്യാസ്ത്രീകൾ എതിർത്തിരുന്നു. എന്നാൽ സത്യാവസ്ഥ അറിയാവുന്ന മദർ സുപ്പീരിയർ നടപടിയെടുത്തില്ല. കന്യാസ്ത്രീകളുടെ സ്ഥലമാറ്റ കാര്യത്തിലടക്കം ബിഷപ്പ് എന്തിനിടപെടുന്നുവെന്നും കത്തിൽ ചോദിക്കുന്നു. അതിനിടെ ബിഷപ്പിന്റെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ജലന്ധർ രൂപതയുടെ കീഴിലുള്ള കണ്ണൂർ പരിയാരത്തെ മഠത്തിലും പോലീസ് പരിശോധന നടത്തി. പരാതിക്കാരിയോടൊപ്പം താമസിച്ച കൂടുതൽ കന്യാസ്ത്രീകളിൽ നിന്ന് മൊഴിയെടുക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ക്രോണിക്കിൾ രേഖ, ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും എഴുതി വയ്ക്കുന്ന ക്രോണിക്കിൾ ഞങ്ങൾ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. 4 പ്രാവശ്യം വന്നിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. 12ാം ദിനവും കൊലയാളികളെ കണ്ടെത്താനായില്ല. അഭിമന്യുവിന്റെ കൊല നടന്ന് 12 ദിവസം കഴിയുമ്പോഴും മുഖ്യപ്രതികളെ പിടികൂടാനാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പോപ്പുലർ ഫ്രണ്ടും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്. കേസ് NIA-ക്ക് വിടാതിരിക്കാനാണ് UAPA ചുമത്താതിരിക്കുന്നതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് ആരോപിച്ചു. NIA അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു.
വഴിയെ പോയവരെയും കണ്ടറിയാവുന്നവരെയും പിടിച്ചു എന്നുള്ളതല്ലാതെ കൃത്യം നടത്തിയ ആരെയും പിടിച്ചില്ല. പോപ്പുലർ ഫ്രണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടതിൻ്റെ ഫലമായിട്ടാണോ ഈ കേസിലെ പ്രതികളെ പിടിക്കാത്തത് എന്നുള്ള സംശയം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പലരും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 10 ദിവസമായിട്ടും ഈ യഥാർത്ഥ പ്രതികളെ പിടിക്കാതിരിക്കുന്നത് സർക്കാരിൻ്റെ ഒത്തുകളിയാണ് എന്ന് പറയേണ്ടി വരുന്നു. മാർക്സിസ്റ്റ് നേതൃത്വത്തിൻ്റെ പ്രതികരണവും പ്രതിഷേധവും ആത്മാർത്ഥമാണെങ്കിൽ കണ്ണൂരിൽ ശ്യാമപ്രസാദിൻ്റെയും എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെയും കേസ് അന്വേഷണം അടിയന്തരമായും NIAക്ക് കൈമാറണം. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ നിരോധിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തീവ്രവാദ പ്രവർത്തനങ്ങൾ സർക്കാർ അനുവദിക്കാൻ പാടില്ല. ഇത്തരം സംഘടനകൾ വരുന്നതിന് മുൻപ് കേരളത്തിൽ മതസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഗവൺമെന്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ അറിവനുസരിച്ചിട്ട് അവർ ചെയ്തുകൊള്ളും. ഞങ്ങളതിൽ കൈയിടുന്നില്ല. ഇങ്ങനത്തെ സംഘടന ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് മതം ഇവിടെ ഉണ്ട്, മതത്തിൻ്റെ സംഘടനകളുണ്ട്. മതസംഘടനകൾ ഇപ്പോൾ സുന്നി സംഘടനകളാണ് 95% കേരളത്തിലുള്ളത്. ഈ സംഘടന കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെയൊരു അനുഭവം ആ സംഘടനകൾക്ക് ഇടയിൽ ഉണ്ടായിട്ടില്ല. CPM-നെതിരെ എതിർപ്രചാരണം നടത്താൻ SDPI തീരുമാനം. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള CPM പ്രചാരണത്തിന്റെ താൽപര്യം തുറന്നുകാട്ടുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് മജീദ് ഫൈസി. മഹാരാജാസ് കോളേജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ SDPI പ്രവർത്തകരില്ലെന്നും മജീദ് ഫൈസി കോഴിക്കോട്ട് ആവർത്തിച്ചു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിൽ. മുഖ്യപ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ളവരാണ് പിടിയിലായത്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ, പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി ഷിറാസ് സലീം എന്നിവർ പിടിയിലായി. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച അരുൺ, നിസാർ എന്നിവരെ പാലാരിവട്ടത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം പ്രതികൾ കടന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ പക്കൽ നിന്നും മതസ്പർദ്ധ വളർത്തുന്ന നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് വിൽക്കാനും വാട്സപ്പ് ഗ്രൂപ്പ്. നവമാധ്യമങ്ങൾ വഴി പരസ്യമായി കഞ്ചാവ് വിൽപ്പനയും കഞ്ചാവ് വാങ്ങലും വിൽപ്പനയും കടത്തുമെല്ലാം ലക്ഷ്യമാക്കി ഗഞ്ചാ ബോയ്സ് പോലുള്ള സജീവ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിക്കുകയാണ്. ഗഞ്ചാ ബോയ്സ് എന്ന ഗ്രൂപ്പ് വഴി വിവിധയിനം കഞ്ചാവ് ചെടികളുടെ പ്രചാരണവും നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 200ഓളം സ്ഥിരം ഉപയോക്താക്കളാണ് ഇതിലെ അംഗങ്ങൾ. ഗ്രൂപ്പിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ച കേസ് ഇപ്പോൾ റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ADGPയുടെ മകൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. പോലീസ് അന്വേഷണം തുടരട്ടെ. യുവതി കേസന്വേഷണത്തോട് സഹകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കമുള്ളവയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഗവാസ്കർ നൽകിയ ഹർജിയിൽ വ്യത്യസ്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ADGPയുടെ മകളുടെ അഭിഭാഷകൻ വാദിച്ചു. ഇരുവരുടെയും ഹർജികൾ ഒന്നിച്ചു പരിഗണിക്കുന്നതിനായി മാറ്റി. സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കുന്ന വകുപ്പ് എടുത്തുകളഞ്ഞാൽ സ്വവർഗാനുരാഗികൾ സമൂഹത്തിൽ നേരിടുന്ന അപമാനത്തിന് അറുതിയാകുമെന്ന് സുപ്രീംകോടതി. രാജ്യത്തെ ഇടത്തരം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചികിത്സ പോലും നൽകാതെ സ്വവർഗാനുരാഗികളെ മാറ്റി നിർത്തുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ ചൊവ്വാഴ്ച വാദം പൂർത്തിയാക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. IPC 377 വകുപ്പ് കാരണം സ്വവർഗ പങ്കാളികൾ ഉൾപ്പെടുന്ന LGBT സമൂഹം നേരിടുന്ന അവകാശ ലംഘനങ്ങളാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത്. സ്വവർഗാനുരാഗികളോട് വർഷങ്ങളായി സമൂഹം കാണിക്കുന്ന കടുത്ത വിവേചനം അവരെ മാനസികമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കുടുംബത്തെയും സമൂഹത്തെയും ഭയന്ന് ഇവർക്ക് സ്വന്തം ലൈംഗികത മറച്ചുവെക്കേണ്ടി വരുന്നു. പലപ്പോഴും ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു. പ്രപഞ്ചത്തിലെ 100 കണക്കിന് ജീവികൾ ഒരേ ലിംഗത്തിൽപ്പെട്ട ജീവികളുമായാണ് വേഴ്ച നടത്തുന്നതെന്ന് ബെഞ്ചിലംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര നിരീക്ഷിച്ചു. എന്നാൽ ഹിന്ദു ആത്മീയ ഗ്രന്ഥങ്ങളിലെ ദർശനങ്ങളെ സ്വവർഗരതിയെ ന്യായീകരിക്കാനായി കൂട്ടുപിടിക്കരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ മറുപടി. സ്വവർഗരതിയെ എതിർക്കുന്ന ക്രൈസ്തവ സംഘടനകൾ അടക്കമുള്ളവരുടെ വാദം ചൊവ്വാഴ്ച നടക്കും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി.
ന്യൂസ് അറ്റ് 18 തുടരുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്കെതിരെ MK രാഘവൻ MP കോഴിക്കോട്ട് 24 മണിക്കൂർ ഉപവാസം തുടങ്ങി. സമരം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണം നീക്കുക, ഹജ്ജ് എംബാർക്കേഷൻ കേന്ദ്രം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം. വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് MK രാഘവൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും പ്രധാനമന്ത്രിയോട് ഇടപെടാനും വേണ്ടിയാണ് ഈ സമരം. ഇപ്പോൾ സ്വാഭാവികമായും ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ഹജ്ജാജിമാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തിൽ ഫലം കാണുന്നതാണ് വിശ്വാസം. ഫലം കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. കാലവർഷത്തിൽ അമർന്ന് കേരളം. മഴയുടെ ശക്തിക്ക് ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും വടക്കൻ ജില്ലകളിൽ പൊതുവെ കനത്ത മഴ തുടരുന്നു എന്ന് തന്നെയാണ് അവസ്ഥ. കോഴിക്കോട് കുറ്റ്യാടിയിലും കൊല്ലത്തുമായി 2 പേർ മരിച്ചു. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞു. വയനാട്ടിൽ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കി വട്ടവട കൊട്ടക്കാമ്പൂരിൽ ഉരുൾപൊട്ടി കൃഷി നശിച്ചു. വയനാട് ജില്ലയിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. തൊണ്ടർനാടിൽ സ്വകാര്യ ക്വാറിക്ക് സമീപം ഉരുൾപൊട്ടി 4 ടിപ്പറുകൾ മണ്ണിനടിയിലായി. കുറ്റ്യാടി ചുരത്തിൽ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 2212 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. താമരശ്ശേരി ചുരത്തിൽ ചിപ്പിലിത്തോടിന് സമീപം വീണ്ടും മണ്ണിടിഞ്ഞു. ഇതോടെ ചുരം വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സ്കാനിയ ബസ്സുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും യാത്ര നിരോധിച്ചിട്ടുണ്ട്. പേരിയ ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. ബാണാസുര, കാരാപ്പുഴ ഡാമുകളിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഷട്ടർ തുറക്കുമെന്നും ഡാമിന് താഴെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലും കൊച്ചിയിലും മഴയുടെ ശക്തി കുറഞ്ഞു. ഇടുക്കി കൊട്ടക്കാമ്പൂരിൽ ഉരുൾപൊട്ടി വൻതോതിൽ കൃഷി നശിച്ചു. കൊല്ലത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരുത്തടി സ്വദേശി സെബാസ്റ്റ്യനാണ് മരിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് വീടും കൃഷിയും നഷ്ടപ്പെട്ട് ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴ ഇനിയും നീണ്ടുപോയാൽ ഇവരുടെ തിരിച്ചുപോക്ക് അനിശ്ചിതത്വത്തിലാവും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കട്ടിപ്പാറയിലെ ഉരുൾപൊട്ടൽ ദുരന്തമൊന്നും ഒരു പാഠവുമാകുന്നില്ല കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്. മഴ തുടരുന്നതിനിടയിലും ക്വാറികൾ തുറന്നു പ്രവർത്തിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിന്റെ രേഖകൾ പുറത്തുവന്നു. കട്ടിപ്പാറ ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ന്യൂസ് 18 ലഭിച്ചു. ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യതയില്ലെന്നും കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് മുത്തങ്ങയിൽ ബസ് യാത്രക്കാരിൽ നിന്ന് കുഴമ്പ് രൂപത്തിൽ കടത്തിയ 82 പവൻ സ്വർണം പിടികൂടി. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്വർണം പിടികൂടിയത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സിലെ യാത്രക്കാരനായ താമരശ്ശേരി വാവാട് ബേക്കണ്ടി മനാസിന്റെ പക്കൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. അടിവസ്ത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കവറിലായിരുന്നു സ്വർണം സൂക്ഷിച്ചത്. ഖത്തറിൽ നിന്ന് വിമാനമാർഗം ഗോവയിൽ ഇറങ്ങിയ ഇയാൾ പിന്നീട് ആദ്യ വിമാനത്തിൽ തന്നെ ബംഗളൂരുവിലെത്തി. പിന്നീട് ബസ്സിൽ വരികയായിരുന്നു. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പിടിക്കപ്പെട്ടിരുന്നില്ല. തിരുവനന്തപുരം കവടിയാറിൽ ബൈക്കുകളുടെ മത്സരയോട്ടത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. നെടുങ്കാട് സ്വദേശി ജ്യോതിലക്ഷ്മിയാണ് മരിച്ചത്. ശാലിനി, തുളസി എന്നിവർക്ക് പരിക്കേറ്റു. 3 പേരും റോഡ് മുറിച്ചു കടക്കവേ അമിത വേഗതയിലെത്തിയ ബൈക്ക് വരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികരായ ആനന്ദ്, ഷൻവർ ഖാൻ എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാഫിക് പോലീസ് കേസെടുത്തു. നെയ്യാറ്റിൻകര നഗരസഭാ പരിധിയിൽ BJP ഹർത്താൽ. നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. നെയ്യാറ്റിൻകരയിൽ പുതുതായി തുടങ്ങാനിരിക്കുന്ന ബാറിന് അനുമതി നൽകാൻ ഭരണസമിതി കോഴ വാങ്ങിയെന്നാരോപിച്ചാണ് BJP പ്രവർത്തകർ നഗരസഭാ മാർച്ച് നടത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. ഹിമാലയത്തിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യണം എന്ന് 60-കാരിയായ അമ്മ മകനോട് ആഗ്രഹം പറഞ്ഞാൽ എന്തു ചെയ്യും? അമ്മയുടെ വലിയ സ്വപ്നം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് തൃശൂർ സ്വദേശി ശരത് കൃഷ്ണൻ. ബുള്ളറ്റിൽ ഹിമാലയം കറങ്ങുന്നതിൻ്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ ഈ അമ്മയും മകനുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. പുതിയ കാലഘട്ടത്തിലെ തിരക്കുകൾക്കിടയിൽ ചിലരെങ്കിലും മറന്നുപോകുന്ന 2 അക്ഷരം അമ്മ,
മക്കളോട് അമ്മമാർ പല ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. ബുള്ളറ്റിൽ ഹിമാലയത്തിൽ പോകണമെന്നായിരുന്നു മകനോട് ഈ അമ്മ പങ്കുവച്ച ആഗ്രഹം. അവിചാരിതമായിരുന്നു ആ യാത്ര. കാശിയിലേക്ക് മാത്രം നടത്തിയ 3 ദിവസത്തെ യാത്ര അമ്മ ഗീതയ്ക്കായി 10 ദിവസമാക്കി. പിന്നീട് ബുള്ളറ്റിൽ സുരക്ഷിതമായി അമ്മയെയും കൊണ്ട് ഹിമാലയത്തിലെ കാഴ്ചകൾ കണ്ടു. അമ്മ ഗീതയ്ക്ക് 31-കാരനായ മകനിൽ നിന്നും ലഭിച്ച വലിയ സമ്മാനം. ഒരിക്കലും ഞാനിങ്ങനെ ഒരു യാത്രയൊന്നും പോകുന്നു വിചാരിച്ചിട്ടില്ല. ഭയങ്കര കടപ്പാടാണ് എനിക്ക് അവനോട്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറായി ജീവിക്കണം. ഞങ്ങൾ അവിടുത്തെ ഹിമവൻനിരകളിലൂടെ ഭംഗിയിൽ നടന്നു. കുറച്ച് നേരം ഐസിൽ കളിച്ചു. 60 വയസ്സ് ഒരൊറ്റടിക്ക് 18 വയസ്സായി. ഒരൊറ്റടിക്ക് 18 വയസ്സിലേക്ക് വന്നു. അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ശരത്ത് നടത്തിയ സാഹസിക യാത്ര ഇതിനകം തന്നെ സമൂഹത്തിന്റെ നിറഞ്ഞ കയ്യടി നേടിക്കഴിഞ്ഞു. ബുള്ളറ്റിൽ ഹിമാലയം താണ്ടിയ മാതൃസ്നേഹം. ഇത് കാണുന്ന ഏതൊരാൾക്കും കൊതി തോന്നും ഇതുപോലൊരു യാത്ര നടത്തണമെന്ന്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഇമാനുവൽ തോമസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ലോകത്തെ ഏറ്റവും നീളമുള്ള നഖങ്ങളുടെ ഉടമ ഒടുവിൽ നഖം വെട്ടാനൊരുങ്ങുന്നു. മഹാരാഷ്ട്ര സ്വദേശി ശ്രീധർ ചില്ലലാണ് 65 വർഷങ്ങൾക്ക് ശേഷം നഖങ്ങളിൽ കത്രിക വയ്ക്കുന്നത്. 82 വയസ്സുകാരൻ ശ്രീധർ ചില്ലൽ 1952 നിർത്തിയ നഖം വെട്ടൽ 66 വർഷത്തിനു ശേഷം വീണ്ടും നടത്താനൊരുങ്ങുകയാണ്. ഇടത് കൈയിലെ വിരലുകളിലെ നഖങ്ങളാണ് നീട്ടി വളർത്തിയിട്ടുള്ളത്. പ്രായം ഏറിയതുകൊണ്ടാണ് ഇപ്പോൾ നഖം മുറിക്കാൻ തീരുമാനിച്ചത്. 909 സെന്റിമീറ്ററാണ് നഖങ്ങളുടെ സംയോജിത നീളം. തള്ളവിരലിലെ നഖത്തിന്റെ മാത്രം നീളം 197 സെന്റിമീറ്റർ. 2016 ഒരു കൈയിൽ ഏറ്റവും നീളം കൂടിയ നഖത്തിന്റെ ഉടമയായി ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. ഉറങ്ങുമ്പോൾ ഓരോ അരമണിക്കൂറും എഴുന്നേറ്റാലേ വശം തിരിഞ്ഞ് കിടക്കാൻ കഴിയൂവെന്ന് ശ്രീധർ പറയുന്നു. റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് മ്യൂസിയത്തിലാണ് നഖമുറിക്കൽ ചടങ്ങ് നടത്തുക. ശ്രീധറിനെ പൂനെയിൽ നിന്ന് അമേരിക്കയിലെത്തിച്ചു മ്യൂസിയം. നഖങ്ങൾ മ്യൂസിയത്തിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് ശ്രീധറിന്റെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.